നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഓഹരി വിപണിയെ സംബന്ധിച്ച പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് ഇലക്കത്തിലും മാർക്കറ്റ് വാച്ച് പരിഹാരം നിർദ്ദേശിക്കുന്നു. നിരവധി ഇമെയിലുകൾ ഇലക്കവും ലഭിച്ചിട്ടുണ്ട്. കത്തുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീക്ക്ലി ക്ലോസിംഗ് നമുക്ക് ഒന്ന് പരിശോധിക്കാം. ശ്രദ്ധേയമായൊരു തിരിച്ചുവരവ് ഇന്ത്യൻ വിപണിയിൽ അനുഭവപ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. ഏകദേശം 6% നേട്ടം ഈ വാരം മാത്രം വിപണിയിൽ ഉണ്ടായി. സെൻസെക്സ് 16,821 ക്ലോസ് ചെയ്തിരിക്കുന്നു. നിഫ്റ്റി 5000 മുകളിൽ 5040 ക്ലോസ് ചെയ്തു. വെള്ളിയാഴ്ച മാത്രം 39 പോയിൻ്റാണ് നിഫ്റ്റിയിൽ ഉയർന്നത്. ഒട്ടേറെ ശ്രദ്ധേയമായ ഓഹരികൾക്ക് മികച്ച മുന്നേറ്റമുണ്ടാകുന്നതും നമ്മൾ കണ്ടു. കഴിഞ്ഞ ആഴ്ചകളിൽ പലപ്പോഴും ബൈ റെക്കമെൻഡേഷൻ നൽകിയ പല സ്റ്റോക്കുകളിലും ശ്രദ്ധേയമായ നേട്ടം ഈ 2 ദിവസത്തെ തിരിച്ചുവരവിൽ തന്നെ ഉണ്ടാകുന്നത് കണ്ടു. പ്രേക്ഷകർക്ക് സ്വാഭാവികമായിട്ടും അതിൻ്റെ ലാഭം ഉണ്ടായിക്കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. കത്തുകളിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമുക്ക് വീക്ക്ലി ക്ലോസിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ അടുത്ത ആഴ്ചത്തെ സാധ്യതകൾ, ഒപ്പം തന്നെ എന്തൊക്കെ ഘടകങ്ങളാണ് വിപണിയെ ഈ തിരിച്ചുവരവിൻ്റെ പാതയിലേക്ക് നയിച്ചത്, ഒപ്പം തന്നെ ഈ മുന്നേറ്റം തുടരുമോ, ആഗോള പ്രതിസന്ധിക്കിടയിലും ഇന്ത്യൻ വിപണിക്ക് കരുത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന കാര്യങ്ങൾ ഭുവനേന്ദ്രനോട് ചോദിക്കാം. ഭുവനേന്ദ്രൻ, നമുക്ക് ഈ പുൾ ബാക്ക്, ഇത് വലിയ തോതിലൊരു ആത്മവിശ്വാസം ഇൻവെസ്റ്റേഴ്സിന് ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഉണ്ടാകുന്ന ആദ്യ ചോദ്യം, ഇത് തുടരുമോ, എത്ര നാൾ എന്നാണ്. ലാസ്റ്റ് വീക്ക് ഗ്ലോബൽ മാർക്കറ്റ് എല്ലാം തന്നെ വളരെ ശക്തമായി തിരിച്ചു വരുന്നതാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഇന്ത്യൻ മാർക്കറ്റിന് ഈ ഒരു പുൾ ബാക്ക് റാലിയിൽ അത്രത്തോളം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല. പ്രധാന റീസൺ 2 ദിവസത്തെ ഹോളിഡേ. അത് നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സിങ് തന്നെയാണ്. നമ്മൾക്കറിയാം, വ്യാഴാഴ്ചയോടുകൂടി എല്ലാ ഏഷ്യൻ മാർക്കറ്റും വളരെ ശക്തമായ ഒരു ഓപ്പണിംഗ് ലഭിച്ചു. ആ ഒരു സമയത്ത് SGX നിഫ്റ്റി 5200 ലെവലിനടുത്ത് വരെ വന്നിരുന്നു. ഹാങ്സങ് പോലെയുള്ള മാർക്കറ്റുകൾ 450 പോയിൻറ്റ്സിനടുത്ത് ഹയർ ലെവൽ വന്നു. എന്നാൽ ഈ ഒരു സമയത്താണ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്. കാരണം മാർക്കറ്റ് ഓൾമോസ്റ്റ് 10% ലോവർ ലെവലിൽ നിന്നൊരു ഹയർ ലെവലിലേക്ക് വന്നത്. 4720 നിന്നും 5200 എന്ന് പറയുന്ന ഒരു ലെവൽ ഓൾമോസ്റ്റ് 10% ഹയർ ലെവലിലേക്ക് വന്നിരുന്നു. എന്നാൽ ഫ്രൈഡേ ക്ലോസിംഗ് നമ്മൾ പരിശോധിക്കുമ്പോൾ അഭിലാഷ് നേരത്തെ പറഞ്ഞ പോലെ 6% മാത്രമാണ് ഒരു വീക്ക്ലി ക്ലോസിങ്ങിലൊരു ഗെയിൻ എന്ന് പറയുന്നത്. എന്തായാലും വളരെ ശക്തമായിട്ടുള്ളൊരു മാർക്കറ്റ് തിരിച്ചു വന്നെങ്കിലും ഈ ഒരു ഹോളിഡേ മാർക്കറ്റിൻ്റെ ഏറ്റവും ഹയർ ലെവൽ ഒരു ഇൻവെസ്റ്റേഴ്സിന് സെല്ലിംഗ് ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളതാണ് ഒരു സത്യം. എന്നിരുന്നാലും മാർക്കറ്റ് ഒരു പോസിറ്റീവ് ക്ലോസിംഗ് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. മാർക്കറ്റ് പ്രതീക്ഷിച്ച രീതിയിൽ വളരെ ശക്തമായിട്ടുള്ളൊരു പുൾ ബാക്ക് ലഭിച്ചു. പല സ്റ്റോക്കുകളും 15 to 20% ഗെയിൻ വരെ നേടിയ പല സ്റ്റോക്കുകളുമുണ്ട്. വളരെ ഷാർപ്പായിട്ടുള്ളൊരു റിക്കവറി ആയിരുന്നു മാർക്കറ്റിൽ ലഭിച്ചത്. അതിൻ്റെ പ്രധാന റീസൺ ഗ്ലോബൽ സിറ്റുവേഷൻസൊക്കെ കുറച്ച് ഫേവറബിളായി വന്നു എന്നുള്ളതാണ്. എന്നാൽ മാർക്കറ്റ് കുറച്ചുകൂടെ ഇനി വരാനിരിക്കുന്ന RBIയുടെ ക്രെഡിറ്റ് പോളിസി തന്നെയാണ് വീണ്ടും മാർക്കറ്റിൽ ചർച്ചാ വിഷയമാകുന്നത്. കാരണം ഇൻഫ്ലേഷൻ കൂടി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ RBI വീണ്ടും ഒരു റേറ്റ് ഹൈക്ക് വരികയാണെങ്കിൽ മാർക്കറ്റ് കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. എന്നാൽ ഈ ഒരു മൂവ്മെൻറ്റും കുറച്ചുകൂടെ കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു സാധ്യത മാർക്കറ്റിൽ കാണുന്നുണ്ട്. നിക്ഷേപകർ ഏറ്റവും പ്രധാനമായിട്ടും അറിയേണ്ട കാര്യവും ഇത് തന്നെയാണ്. എന്താണ് ഈ തിരിച്ചുവരവിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാന ഘടകങ്ങൾ? ഒപ്പം തന്നെ ഈ മാർക്കറ്റിൻ്റെ 2 ദിവസത്തെ അവധിക്കിടയിൽ ആണ് ഫുഡ് ഇൻഫ്ലേഷൻ 2 അക്കത്തിലേക്ക് എത്തി. RBI മീറ്റിംഗ് ഈ മാസമുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലും ഇതോടൊപ്പം വന്നു. ഈ ഒരു പുൾ ബാക്കിൻ്റെ പ്രധാന റീസൺ വാല്യുവേഷൻ തന്നെയായിരുന്നു. വളരെ ലോവർ ലെവലിലേക്ക് മാർക്കറ്റ് പോയതുകൊണ്ട് ഒരു ഫെയർ വാല്യൂ അല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ടഡ് വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ലെവലിൽ നിന്നും റീറ്റെയിൽ നിക്ഷേപകരും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ തന്നെ നമുക്കറിയാം കണ്ടിന്യൂസ് സെല്ലിംഗ് സൈഡിലുണ്ടായിരുന്ന FIs പോലും 930 crores ബൈയിങ് സൈഡിലേക്ക് വന്നു. അപ്പോൾ FIs പോലും ഒരു ബൈയിങ് സൈഡിൽ വന്നു എന്നുള്ളതാണ് ഒരു പോസിറ്റീവായിട്ട് കാണുന്നത്. വാല്യുവേഷൻ വളരെ ഫെയർ വാല്യൂവിലേക്ക് വന്ന ഒരു സമയത്ത് ഒരു ബൈയിങ് സ്ട്രെങ്ത് കണ്ടു. വളരെ ഷാർപ്പായിട്ടുള്ളൊരു പുൾ ബാക്ക് അല്ലെങ്കിൽ ഒരു ഷോർട്ട് കവറിംഗ് ആണ് നമ്മൾ കണ്ടത്. വളരെ ഷാർപ്പായിട്ട് മാർക്കറ്റ് തിരിച്ചു വരുന്നത് നമ്മൾ കണ്ടു. അതിന് ഗ്ലോബലി തന്നെ എല്ലാ മാർക്കറ്റും വളരെ ശക്തമായിട്ട് തിരിച്ചു വന്നിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ നിലയിൽ ഇപ്പോഴത്തെ എക്കണോമിക് സിറ്റുവേഷൻ നമ്മൾ പരിശോധിക്കുമ്പോൾ വാല്യുവേഷൻ അത്രത്തോളം ഫെയർ വാല്യൂ ആണോ എന്ന് നമ്മൾ പരിശോധിച്ചാൽ വാല്യുവേഷനിൽ ചെറിയൊരു മാറ്റം നമ്മൾ വരുത്തേണ്ടതായിട്ടുണ്ട്. കാരണം ഒരു മാസത്തിനുള്ളിൽ ഒട്ടനവധി എക്കണോമിക് സിറ്റുവേഷൻസ് മോശമായി. US ഡൗൺഗ്രേഡ് ചെയ്തു, S&P, അതുപോലെ തന്നെ ചൈനയിലുണ്ടായിരുന്ന ക്രൈസിസ്, ജപ്പാനിനെ മോഡീസ് ഡൗൺഗ്രേഡ് ചെയ്തു. വീണ്ടും യൂറോപ്പ് ചെറിയൊരു അവിടുത്തെ എക്കണോമിക് സിറ്റുവേഷൻസ് മോശമായിരുന്ന സാഹചര്യത്തിൽ ഇപ്പോഴത്തെ നിലയിൽ 5000 to 5400 എന്ന് പറയുന്ന അത്രത്തോളം ഒരു ഫെയർ വാല്യൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിക്ഷേപകർ 5350 മുകളിലൊക്കെ തന്നെ ഹൈ റിസ്കി ഏരിയ ആയിട്ട് കാണുക. ലോവർ ലെവൽ നിക്ഷേപിച്ച നിക്ഷേപകരൊക്കെ തന്നെ 5200 അടുത്തൊരു മാർക്കറ്റ് ടെക്നിക്കലി
5060 5180 ആണ് ലാസ്റ്റ് വീക്ക് പറഞ്ഞിരുന്നത്. ആ ഒരു ലെവൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് പോയിന്റിലാണ് മാർക്കറ്റിന് ക്ലോസിംഗ് ലഭിച്ചിരിക്കുന്നത്. അടുത്തൊരു ലെവൽ ടെക്നിക്കലി 5180 ടു 5200 ഫസ്റ്റ് റെസിസ്റ്റൻസ്. ദെൻ അത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്താൽ 5350. അതൊരു ഫൈനൽ സെല്ലിംഗ് പോയിന്റ് ആയിട്ട് കാണുന്നതായിരിക്കും നല്ലത്. കാരണം ഇൻഫ്ലേഷൻ കൂടി വരുന്നു, റേറ്റ് ഹൈക്ക് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മാർക്കറ്റിൽ ലോവർ ലെവൽ നിക്ഷേപിച്ച നിക്ഷേപകരും അതല്ലെങ്കിൽ 5000 ടു 5400 ലെവൽ നിക്ഷേപിച്ച നിക്ഷേപകരൊക്കെ തന്നെ ഇതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലായിട്ട് 5300 മുകളിൽ അതല്ലെങ്കിൽ 5200 5200 വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തതിന് ശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലായിട്ട് കാണുന്നതായിരിക്കും നല്ലത്. 5350 മുകളിലൊക്കെ തന്നെ മാർക്കറ്റ് ഒരു ഹയർ വാല്യൂ പോയിന്റ് ആയിട്ട് നമുക്ക് പരിഗണിക്കാം. കാരണം ഒട്ടനവധി ഇക്കണോമിക് സിറ്റുവേഷനിൽ മാറ്റം വന്നുകൊണ്ടാണ് ഈ രീതിയിലുള്ളൊരു ഔട്ട്ലുക്ക് മാർക്കറ്റിനെ കുറിച്ച് പറയുന്നത്. 4800 ബിലോ വരുന്തോറും മാർക്കറ്റ് ഒരു ഡിസ്കൗണ്ടഡ് വാല്യൂ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. 4800 ടു 5000 എന്ന് പറയുന്നത് വളരെ ഫെയർ വാല്യൂ ഏരിയയാണ്. അത് റീറ്റെയിൽ നിക്ഷേപകർക്ക് ഒരു ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ നിക്ഷേപിക്കാനുള്ള അവസരമായിട്ട് തന്നെ കാണുക. ഏതെങ്കിലും സാഹചര്യത്തിൽ മാർക്കറ്റ് 4800 ബിലോ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡിസ്കൗണ്ടഡ് വാല്യൂ ആണ്. തീർച്ചയായിട്ടും മാർക്കറ്റ് ഇതേപോലെ തന്നെ വളരെ ശക്തമായിട്ട് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ നിലയിൽ ഈ ഒരു പോസിറ്റീവ് മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത. ഇനി കത്തുകളിലേക്ക് കടക്കാം. നിരവധി കത്തുകൾ ലഭിച്ചിട്ടുണ്ട്. പരമാവധി കത്തുകൾക്ക് മറുപടി നൽകാനാണ് ശ്രമിക്കുന്നത്. ശ്രീ PJ വർഗീസിൻ്റെ കത്താണ് ഏറ്റവും ആദ്യം. അദ്ദേഹം ഒരു